നമസ്കാരം, രേണുസുതിയാണ്. അപ്പം ഞാൻ ഇന്നലെ ഒരു കമൻറ്റിന് പ്രതികരിക്കാൻ വന്നതാണ്. എൻ്റെ വീഡിയോയ്ക്കകത്തല്ല, കൊല്ലം സുധിച്ചേട്ടൻ്റെ മൂത്ത മകൻ്റെ ഒരു വീഡിയോയുടെ അടിയിൽ വന്ന് ഒരുത്തി കമൻ്റ് ഇട്ടേക്കുന്നത്. മോനെ, അവളുടെ കയ്യിൽ നിന്ന്, രേണുവിൻ്റെ കയ്യിൽ നിന്ന് ആ ഋതു, അതായത് സുധിച്ചേട്ടൻ്റെ ഇളയ മകനെ നീ രക്ഷിച്ചെടുക്കടാ. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഈ കമൻ്റ് ഇടുന്ന മിടുക്കികളും മിടുക്കന്മാരും എന്ത് ചെയ്യേ? കുഞ്ഞിൻ്റെ ബാഗ്, ഇപ്പോൾ സ്കൂൾ തുറക്കുക, ബാഗ് ഞാൻ തന്നെ വേണ്ട മേടിച്ചു കൊടുക്കാം. പിന്നെ എങ്ങനെ? പിന്നെ ഈ പറഞ്ഞോളന്മാരൊരു കമൻറ്റ് ഇടാൻ മേലെ, മോനെ നിനക്ക് കിട്ടുന്ന പൈസയെന്ന് അവൻ എന്തെങ്കിലും മേടിച്ചു കൊടുക്കും പറയാൻ മേലെ? അതൊന്നും പറയുന്നില്ലല്ലോ. അപ്പം ഞാനല്ല എൻ്റെ കുഞ്ഞിനെ നോക്കുന്നത്. അപ്പം ഞാൻ നോക്കിക്കോളാം കേട്ടോ, വൃത്തിയായിട്ട് നോക്കിക്കോളാം കേട്ടോടി. അപ്പം എല്ലാം കേട്ടല്ലോ അല്ലേ? എന്താ തോന്നുന്നുണ്ട്? ഇപ്പം എന്തുവാണ് നമ്മുടെ രേണുവിൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ് എന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത്? അപ്പോൾ ആദ്യമൊക്കെ പറയുന്നത് എൻ്റെ കിച്ചുകുട്ടൻ, എൻ്റെ മൂത്ത മകൻ, ഞാൻ അവൻ്റെ അമ്മ, പ്രസവിച്ചിട്ടില്ലെന്നേ ഉള്ളൂ, പക്ഷേ ഞാൻ അവൻ്റെ അമ്മയാണ്, അമ്മ എന്നൊരു സ്ഥാനം എനിക്ക് മാത്രം ഉള്ളതാണ്, ഞാൻ അവനെ പ്രസവിച്ച അമ്മയെക്കാളും വലിയൊരു അമ്മയാണ്, ഞാൻ അത്രയ്ക്ക് അവനെ സ്നേഹിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര അമ്മ ബന്ധമായിരുന്നു, അമ്മ മകൻ ബന്ധമായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പം പക്ഷേ സീനൊക്കെ മാറി, കഥയാകെ മാറി. രേണു ഇപ്പം പറയുന്നത് സുധിച്ചേട്ടൻ്റെ മൂത്ത മകൻ, കൊല്ലം സുധിയുടെ മൂത്ത മകനും കൊല്ലം സുധിയുടെ ഇളയ മകനും. അപ്പം കൊല്ലം സുധിയുടെ മൂത്ത മകന് എൻ്റെ കയ്യിൽ കൊടുക്കേണ്ട പൈസയൊന്നുമില്ല, അത് പൈസ കൊടുക്കുന്നതും കൊടുക്കാത്തതും ഒക്കെ അവിടെ നിൽക്കട്ടെ. ഇപ്പം എന്തായാലും കിച്ചു രക്ഷപ്പെട്ട്, കിച്ചുവിന് സ്വന്തമായിട്ട് വരുമാനമുണ്ട്, യൂട്യൂബിൽ നിന്നാണെങ്കിൽ ഇൻകം ഉണ്ട്, അത് പുള്ളിക്കാരന് ഇപ്പോൾ എന്തായാലും ജോലി ചെയ്യാനുള്ള പ്രായമൊക്കെ ആയി, സ്വന്തമായിട്ട് സ്വന്തം കാലിൽ നിൽക്കേണ്ട ഒരു പ്രാപ്തിയൊക്കെ ആയി കഴിഞ്ഞു. രേണുവിനെ ഡിപ്പെൻഡ് ചെയ്യണമെന്നില്ല, അത് നിൽക്കട്ടെ. രേണു പറഞ്ഞ മറ്റൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോ? ഋതുക്കുട്ടനെ, ഇളയ കുഞ്ഞിനെ ബാഗും ബുക്സും ഒക്കെ ആരെങ്കിലും മേടിച്ച് കൊടുത്തുവിടുന്നു. അപ്പം ഈ പുള്ളിക്കാർ തീ കിടന്ന് ഷോർട്ട് വീഡിയോസിലും ഈ പരസ്യങ്ങളിലും എല്ലാത്തിനും ഉദ്ഘാടനത്തിനും എല്ലാത്തിനും പോകും, ഗൾഫിലും അവിടെയൊക്കെ പോയി നടക്കുന്നത് മൊത്തവും പുള്ളിക്കാരത്തിയുടെ സ്വന്തം ആവശ്യത്തിന്. ആ കുഞ്ഞിനും അതിൽ നിന്ന് ഒന്നിലും അനുഭവിക്കാനോ അല്ലെങ്കിൽ കുഞ്ഞിന് കൊടുക്കാനൊന്നും പുള്ളിക്കാരത്തിയുടെ കയ്യിൽ പൈസ ഇല്ല എന്നാണ് ഉദ്ദേശിക്കുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ രേണു സുധിയെക്കുറിച്ച്. പുള്ളിക്കാരത്തി ആദ്യം വന്ന സമയത്ത് രേണുവിൻ്റെ ആറ്റിറ്റ്യൂഡൊക്കെ എന്തായിരുന്നു? മണ്ടത്തരം പറഞ്ഞ് 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 പൊട്ടത്തരത്തിന് തന്നെ ഗിന്നസ് റെക്കോർഡ് നേടിയൊരു സ്ത്രീയാണ് രേണു എന്ന് പറയുന്നത്. ഒരു പക്ഷേ നമ്മൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഇത്രയും തുച്ഛമായ കാലയളവിൽ, ഈ ചെറിയൊരു കാലയളവിൽ ഇത്രത്തോളം മണ്ടത്തരം പറഞ്ഞ് ജനങ്ങളുടെ സിമ്പതി പിടിച്ചു പറ്റി, പിന്നെ ആൾക്കാരെ കളിയാക്കുന്നതിലൂടെയും, പിന്നെ കൂടുതലും വൈറലായത് എങ്ങനെയാണ്? ഈ പരിഹാസ വീഡിയോ, യൂട്യൂബേഴ്സും മറ്റ് സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ അവരെ പരിഹാസത്തിലൂടെ വൈറലായ ഒരു സെലിബ്രിറ്റിയാണ്. സ്വന്തമായി സെലിബ്രിറ്റി എന്ന് പറഞ്ഞു നടക്കുന്ന ഒരു സെലിബ്രിറ്റിയാണ്. സെലിബ്രിറ്റിയൊക്കെ തന്നെ എന്തായാലും പ്രശസ്തി ഉണ്ടല്ലോ, അതുകൊണ്ട് സെലിബ്രിറ്റി എന്ന് പറയാം. സെലിബ്രിറ്റിയാണ് രേണു എന്ന് പറയുന്നത്. പക്ഷേ ആളിൻ്റെ വിചാരം എന്ന് വെച്ചാൽ ഇപ്പോഴും എന്താണ്, ദാദാ ഫാൽക്കെ അവാർഡ് വരെ എത്തി നിൽക്കുന്നു. ഇന്ത്യയിൽ തന്നെ പരമോന്നത ചലച്ചിത്ര അവാർഡിൻ്റെ വക്കിലെത്തി നിൽക്കുന്ന ആളെന്നാണ്. അത്രയും നല്ല ടാലൻ്റുള്ള നടിയാണ് ആളെന്നാണ് ആളിൻ്റെ പോക്കും നടപ്പും മൊത്തത്തിലുള്ളൊരു ആറ്റിറ്റ്യൂഡ്. ഇത്രയും നാളെന്ന് വെച്ചാൽ സംസാരിക്കുന്നതിൽ പൊട്ടത്തരേ പറയത്തുള്ളൂ. അല്ലേ പറയും, എന്നെ നിങ്ങളാരും ട്രോളരുത്, എന്നെ ആരും അധിക്ഷേപിക്കരുത്, എന്നെക്കുറിച്ച് കമൻറ്റ് പറയരുത് എന്നൊക്കെ ഒരു രീതിയിലായിരുന്നു പൊയ്ക്കൊണ്ടിരുന്നതെങ്കിൽ ഇപ്പം കമൻറ്റ് പറയുന്നവരെ തിരിച്ച് കമൻറ്റാനും ട്രോളാനും അധിക്ഷേപിക്കാനും ഒക്കെ അങ്ങ് പഠിച്ച് എന്തായാലും ആളിപ്പോൾ സ്ട്രോങ് ആയിട്ടുണ്ട്. അപ്പം ആദ്യം പറഞ്ഞിരുന്നത് എന്താണ്? എല്ലാം സുധിച്ചേട്ടൻ്റെ സന്തോഷത്തിന് വേണ്ടിയാണ് ഞാൻ ചെയ്യുന്നത്, സുധിച്ചേട്ടനെല്ലാം കാണുന്നുണ്ട്, സുധിച്ചേട്ടനാണ് എൻ്റെ ലോകം, സുധിച്ചേട്ടനെ വിട്ടിട്ടൊരു ലോകം എനിക്കില്ല, സുധിച്ചേട്ടൻ്റെ മക്കൾ എൻ്റെ മക്കളാണ് എന്നൊക്കെ പറഞ്ഞ് അവർ തന്നെ ഇപ്പം മറ്റൊരു ലോകവും മറ്റൊരു രീതിയും മറ്റൊരു ലൈഫ് സ്റ്റൈലിലോട്ടൊക്കെ പോയപ്പം പ്രശസ്തിയും പണവും ആവോളം ആകുമ്പോഴത്തേക്ക് മനുഷ്യൻ്റെ ക്യാരക്ടറിലും വലിയ സ്വാധീനം അത് ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളതിന് ഏറ്റവും വലിയൊരു എക്സാമ്പിളാണ് രേണു സുധി എന്ന് പറയുന്നത്. ഒരിക്കലും രേണു സുധിയുടെ ഒരു ക്യാരക്ടറും എനിക്കിഷ്ടപ്പെട്ടിട്ടില്ല. എന്നാൽ ചോദിക്കും, അവരുടെ ക്യാരക്ടർ എന്ന് വെച്ചാൽ, അവരുടെ വ്യക്തിത്വം എന്ന് വെച്ചാൽ അതൊക്കെ അവരുടെ ഇഷ്ടമാണ്. നമ്മൾ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും അവർക്ക് സന്തോഷം കിട്ടുന്ന കണക്ക് ജീവിക്കുക, അതാണല്ലോ ഇപ്പോൾ ആൾക്കാരുടെ ഒരു തിയറി എന്ന് പറഞ്ഞാൽ. അതൊക്കെ ശരി തന്നെ, അവരുടെ സന്തോഷത്തിന് അവർ ജീവിക്കുന്നു. പക്ഷേ ആരാണെങ്കിലും അവരവരുടെ സന്തോഷത്തിന്, ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, അവരവരുടെ സന്തോഷത്തിന് അവരവർ ജീവിക്കുമ്പം കണ്ടുകൊണ്ട് നിൽക്കുന്നവർ അയ്യേ ഇതെന്തിരിത് ഇവൾ കാണിക്കുന്നത് എന്ന് തോന്നുന്ന രീതിയിൽ ചെയ്യരുത്. അത് ഒരുമാതിരി എന്തുവാണ്, സ്വന്തമായിട്ട് കുത്തിക്കൊല്ലുന്നതിന് സമമായിട്ടുള്ളൊരു പ്രവണതയാണ്. മനസ്സിലായില്ലേ? അതേ കണക്ക് തന്നെ ഇപ്പം സബ്സ്ക്രിപ്ഷൻ വീഡിയോ കൂടെയൊക്കെ ചെയ്യാൻ തുടങ്ങി ആളിപ്പോൾ അങ്ങ് വേറെ ലെവലായി. ഇനി പിടിച്ചാലൊന്നും കിട്ടത്തില്ല. ഇപ്പം ആകെ അങ്ങ് മാറി. അത്യാവശ്യം ഇപ്പം ഗുണ്ടാ പ്രവർത്തനമൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. തനിക്കെതിരായിട്ട് നെഗറ്റീവ് കണ്ടൻറ് ഇടുന്നവരെ അല്ലെങ്കിൽ നെഗറ്റീവ് വീഡിയോസ് ചെയ്യുന്നവരെയൊക്കെ വീട് കയറി ആക്രമിക്കാനൊക്കെയുള്ള ഒരു ഇതായി, ഒരു
ഒരു കപ്പാസിറ്റി ആയിട്ടുണ്ട് എന്തായാലും രേണുവിന്. അതൊക്കെ എന്തായാലും വളരെ വിഷമവും സന്തോഷവും ഉണ്ടാക്കുന്ന കാര്യം തന്നെയാണ്. നമുക്കെതിരായിട്ട് റിയാക്ട് ചെയ്യുന്നവരടുത്ത് നമുക്ക് റിയാക്ട് ചെയ്യാം, പക്ഷേ എങ്കിൽ അതൊരു അവർ ആരും റിയാക്ട് ചെയ്യുന്നത് വെറുതെ ഉള്ള കാര്യമില്ലല്ലോ, കാണുന്നതും കേൾക്കുന്നതും അല്ലേ, അവർ കാണിച്ചു കൂട്ടുന്ന കാര്യങ്ങളിലേ ആൾക്കാർ റിയാക്ട് ചെയ്യുന്നത്. അപ്പം എന്തായാലും ആളിന് നല്ലൊരു വരുമാനമൊക്കെ ആയിട്ടുണ്ട്. ഇപ്പം സോഷ്യൽ മീഡിയയിൽ നിന്നാണെങ്കിലും ഷോർട്ട് ഫിലിംസിലാണെങ്കിലും ഉദ്ഘാടനങ്ങളിലാണെങ്കിലും ഒക്കെ ഇപ്പം ഡാൻസ് കളി എല്ലാം കേട്ടങ്ങ് നടക്കില്ലേ, പാട്ടും കൂത്തുമായിട്ടൊക്കെ ആളങ്ങ് വൈറലായി നടക്കണം. അപ്പം നല്ല വരുമാനമൊക്കെ ഉണ്ട്. പക്ഷേ ഇന്ന് ആ വീഡിയോ നിങ്ങൾ ശ്രദ്ധിച്ച് അവരുടെ കുഞ്ഞിന് ബാഗ് മേടിക്കണമെങ്കിലും ബുക്ക് മേടിക്കണമെങ്കിലും ആരെങ്കിലുമൊക്കെ മേടിച്ച് കൊടുക്കുക. അപ്പോൾ അതിൻ്റെ എന്തുവാണ് ആ ഒരു ലോജിക്ക് എന്തുവാണ്? ഇത്രയും സാമ്പത്തികമായിട്ടൊന്നും ഇപ്പം മോശമായിട്ടുള്ളൊരു സിറ്റുവേഷൻ അല്ല. ആ ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ ഇങ്ങനെ പറയുന്നത് നമുക്കത് കേൾക്കുമ്പം സഹിക്കാം. അവരുടെ നിവൃത്തിയോട് കൊണ്ടല്ലേ അവരതങ്ങനെ പറയുന്നത്. അവർക്ക് അതിനുള്ള നിവൃത്തിയില്ല, പാവം വളരെ ബുദ്ധിമുട്ടുന്ന ഒരു വിധവയാണ് എന്ന് ചിന്തിക്കാം. പക്ഷേ എങ്കിൽ ഇത്രയും വരുമാനം ഇതൊക്കെ ആയപ്പോഴത്തേക്ക് പറയത്തില്ലേ, അഹങ്കാരം കൊണ്ട് കണ്ണ് കാണാൻ വയ്യ. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. അതാണ് ആൾക്കാരെയൊക്കെ വെല്ലുവിളിച്ചിട്ട് പുച്ഛിക്കുന്നത്. അവരൊക്കെ എന്ത് തോന്നിയാസം കാണിച്ചു കൂട്ടാം, പക്ഷേ ആരും പ്രതികരിക്കാൻ പാടില്ല എന്നുള്ളതാണ് അവരുടെ ഒരിത്. അവർ ആക്ട് ചെയ്യുന്നതും അവർ റിയാക്ട് ചെയ്യുന്നതൊക്കെ അവരുടെ ഇഷ്ടമാണ്. പക്ഷേ അവർ ചെയ്യുന്ന പ്രവൃത്തികൾ നല്ലതല്ലെങ്കിൽ മറ്റുള്ളവർ അതിനെ റിയാക്ട് ചെയ്യും എന്നവരാദ്യം ചിന്തിക്കണം. മനസ്സിലായില്ലേ? അതിപ്പോൾ ആരാണെങ്കിലും, അതിപ്പോൾ ഏത് VIP ആണെങ്കിലും, രാഷ്ട്രീയ പ്രവർത്തകർ, പ്രധാനമന്ത്രി ആയാലും അദ്ദേഹത്തിൻ്റെ പ്രവൃത്തി നല്ലതല്ലെങ്കിൽ ആൾക്കാർ പ്രതികരിക്കും. അതേത് സെലിബ്രിറ്റി ആയാലും പ്രതികരിക്കും, രേണു ആയാലും പ്രതികരിക്കും, ഏത് മനുഷ്യനാണെങ്കിലും പ്രതികരിക്കും. അപ്പോൾ അതിൽ ഫീൽ ചെയ്തിട്ടൊന്നും കാര്യമില്ല. അതിന് ആൾക്കാരടുത്ത് ഒരുമാതിരി പുച്ഛഭാവത്തോടെ നിങ്ങൾ എന്നെ ഇങ്ങനെ നെഗറ്റീവ് കമൻറ്റ്സ് പറഞ്ഞ് ഞാനങ്ങ് ഒരുപാട് അങ്ങ് വൈറലായി താങ്ക്സ് എന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. ഇനി എന്തൊക്കെ കോപ്രായം കാണിച്ചാലും കാണിക്കുന്നതിന് ആൾക്കാർ കമൻറ്റ് ചെയ്യും, അത് പ്രതികരിക്കും, ചിലപ്പോൾ അവർ കണ്ടൻറ്റാക്കി എടുക്കും, അതുവഴി അവർ ജീവിക്കും. അങ്ങനെയൊക്കെ അവർ ആക്ഷേപിച്ചെന്നും പറഞ്ഞ് ആരും ഒന്നും നിർത്താനൊന്നും പോകുന്നില്ല. അപ്പോൾ എന്തായാലും രേണുവിൻ്റെ മനസ്സിൽ ഇതൊക്കെ ഒന്ന് കുറിച്ചിട്ടേക്കുന്നത് വളരെ നല്ല കാര്യമായിരിക്കും. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ.